ഏശയ്യാ 38, 2 രാജാക്കന്മാർ 20, 2 ദിനവൃത്താന്തം 32 എന്നീ അധ്യായങ്ങളിൽ നമ്മൾ ഹെസക്കിയാ രാജാവിൻ്റെ രോഗത്തെക്കുറിച്ച് കേൾക്കുന്നു. ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ഏശയ്യാ പ്രവാചകൻ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവേ, അങ്ങ് രോഗവിമുക്തൻ ആവുകയില്ല, മരിക്കുവാൻ തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരിച്ചുപോയി. ഉടനെ തന്നെ ഹെസക്കിയാ രാജാവ് മതിലിനോട് ചേർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഉടനെ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഏശയ്യാപ്രവാചകന് കൽപ്പന കൊടുത്തു. ഏശയ്യാപ്രവാചകൻ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ സ്വർഗത്തിൽ നിന്നും കൽപ്പന വന്ന് തിരിച്ചു പോവുക, എന്നിട്ട് ഹെസക്കിയാ രാജാവിനോട് പറയുക, അവൻ രോഗവിമുക്തൻ ആകും. സ്നേഹമുള്ളവരെ, നമുക്ക് ഇതേപോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. എന്തെല്ലാം രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിന് ഒരു ആശ്വാസം, ഒരു സൗഖ്യം, ഒരു ഉത്തരം സ്വർഗം നൽകും. നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.